രാക്ഷസൻ എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ രാംകുമാറും വിഷ്ണു വിശാലും ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണല്ലോ വിഷ്ണു വിശാലിൻ്റെ 21ാമത്തെ ചിത്രം. ഈ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോഴത്തെ കൊടൈക്കനാലിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സത്യജ്യോതി ഫിലിംസാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ആസിഫ് അലിയും ബിജു മേനോനും ഒന്നിക്കുന്ന ചിത്രമാണല്ലോ തലവൻ എന്ന ചിത്രം. ഈ സിനിമ ഇപ്പോഴത്തെ റിലീസിനൊരുങ്ങുന്നു. ചിത്രം അടുത്ത മാസം മാർച്ച് 1 തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രവും കൂടിയാണ്. പ്രഭാസ് നായകനാവുന്ന ചിത്രമാണല്ലോ കൽക്കി. സിനിമയുടെ പുതിയ ഷെഡ്യൂൾ ഇപ്പോഴത്തെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഷെഡ്യൂളിൽ ദിശ പട്ടാനിയോടൊപ്പമുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ് ഷൂട്ട് ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. വർഷങ്ങൾക്ക് ശേഷം അമീർ ഖാന്റെ ഒരു ചിത്രം ഇപ്പോഴത്തെ വരുന്നു. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ പേര് എന്ന് പറയുന്നത് സിത്താര സമീൻ പർ എന്നാണ് ഈ സിനിമയുടെ പേര്. ടോവിനോയും സൗബിൻ ഷാഹിറും ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണല്ലോ നടികർ തിലകം എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡബ്ബിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ ടീസർ ഈ മാർച്ച് ഫസ്റ്റ് വീക്കിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമ മെയ് 3-ാം തീയതിയാണ് റിലീസിനെത്തുന്നത്. മമ്മൂട്ടി ചിത്രം ബസൂക്ക സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സിനിമയിൽ ഇപ്പോഴത്തെ സിനിമോട്ടോഗ്രാഫറായി നിമിഷ രവിക്ക് പകരം ഇപ്പോഴത്തെ കണ്ണൂർ സ്കോഡിൻ്റെ സംവിധായകനായ റോബി രാജാണ് ഇപ്പോൾ വർക്ക് ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിമിഷ രവി ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഭാഗമായി ഹൈദരാബാദിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ബസൂക്ക എന്ന ചിത്രം ഈ വർഷം പകുതിയിൽ തന്നെ ഏറെക്കുറെ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മോഹൻലാൽ സംവിധാനം ചെയ്തു വരുന്ന ഒരു 3D ചിത്രമാണല്ലോ ബറോസ് എന്ന ചിത്രം. സിനിമ ആദ്യം മാർച്ച് അവസാനം തന്നെ റിലീസ് ഉണ്ടാകുമെന്ന് ഏറെക്കുറെ കൺഫേം ആയതായിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമ പോസ്റ്റ് പോണ്ട് ചെയ്തു പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ സിനിമയുടെ റിലീസ് മെയ്യിലേക്കെല്ലാം നീണ്ടു പോകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തങ്കലാന് ശേഷം ചിയാൻ വിക്രം നായകനാവുന്ന അടുത്ത ചിത്രമാണല്ലോ ചിയാൻ 62 എന്ന ചിത്രം. ഈ സിനിമയിൽ ഇപ്പോഴത്തെ ചിയാൻ വിക്രമിന്റെ വില്ലനായി തമിഴിൽ നിന്ന് SJ സൂര്യയും മലയാളത്തിൽ നിന്ന് ഫഹദ് ഫാസിലും ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ തെലുങ്കിൽ നിന്ന് ഒരു പക്ഷേ ജഗപതി ബാബുവും എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. സിനിമ സംവിധാനം ചെയ്യുന്നത് ചിത്ത എന്ന സിനിമയുടെ സംവിധായകനും കൂടിയാണ്. അങ്ങനെ മമ്മൂട്ടി ചിത്രം ടർബോയുടെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിലവിൽ ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ ആവശ്യമുള്ള ഈ ചിത്രം ഇപ്പോഴത്തെ റിലീസ് ഉണ്ടാവുക ബക്രീദ് സ്പെഷ്യലായി ജൂൺ 13-ാം തീയതി ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു മാസ് ആക്ഷൻ ചിത്രവും കൂടിയാണ്. ദിലീപിന്റെ റിലീസിനൊരുങ്ങുന്ന ചിത്രമാണല്ലോ തങ്കമണി എന്ന ചിത്രം. സിനിമയുടെ സെൻസറും ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ 32 മിനിറ്റും കൂടിയാണ്. ഒരു പക്ഷേ ഈ സിനിമ ഫെബ്രുവരി മാസം 29-ന് റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് എല്ലാം പ്രതീക്ഷിക്കുക. വിജയ് നായകനാവുന്ന ചിത്രമാണല്ലോ ദ ഗോട്ട് എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ മാർച്ചിലോ ഏപ്രിലായിരിക്കും കംപ്ലീറ്റ് ആവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയിൽ വിജയ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രം ബക്രീദ് സ്പെഷ്യലായി ജൂണിൽ തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്.